ടു ടേസ്റ്റി ആൻഡ് ബ്യൂട്ടി റിതംസ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. എവിടേക്കാണ്? ലവ് ലേക്ക്. അൽകുദ്രയിലുള്ള ലവ് ലേക്ക് ആണ്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കുട്ടീസെയൊക്കെ കാണാം. ഹലോ പറയൂ കുട്ടീസേ. ഓക്കേ, നോക്കൂ, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് സൈഡിൽ കൂടെ ഒക്കെ. ഇനി നമുക്ക് അവിടെ എത്താറാവുമ്പോ എന്തൊക്കെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് കാത്തു നിൽക്കുന്നുണ്ട് നോക്കാം. ഓക്കെ, ബൈ. നമ്മളിങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മണലാണ് ചുറ്റും ഡെസേർട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? രണ്ട് സൈഡും ഡെസേർട്ട്, നടുവിലും റോഡ്. ഇപ്പൊ ദുബായില് നല്ല ക്ലൈമറ്റ് ആണ്, നല്ല എല്ലാവർക്കും വരാൻ പറ്റും. പക്ഷേ ഒരു കോവിഡിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞാൻ പോവാൻ പോകുന്നത് അൽകുദ്ര ലേക്ക്, അത് കഴിഞ്ഞിട്ടാണ് ലവ് ലേക്ക്. കുറച്ച് പൊടിക്കാറ്റുണ്ട്, നല്ല സാൻഡ്സ്റ്റോം ഉണ്ട് ഇവിടെ. നോക്കൂ, റോഡ്സ് ഒക്കെ വളരെ മോശമാണ് അങ്ങോട്ട് പോകേണ്ടത്. പക്ഷെ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ടെന്ന് കേട്ടു. കുറെ ബേർഡ്സ് ഒക്കെ ഉണ്ട് ഇവിടെ, കുറെ പ്ലാന്റേഷൻസ്. എന്താണ് ആ പ്ലാന്റേഷൻസ്? നല്ല ഭംഗിയുണ്ടല്ലേ. ഫുൾ നമ്മൾ അവിടെ എത്തി. നോക്കൂ, അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഫ്രൈഡേ ആവുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. നല്ല ഭംഗിയില്ലേ കാണാൻ. നമുക്ക് ഇനി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. കോവിഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മാസ്ക് വെക്കാൻ, കുറെ ബേർഡ്സ് ഉണ്ട് അവിടെ. നമുക്ക് നോക്കാം അവിടെ പോയിട്ട്. ലേക്കിൽ വന്നിരിക്കുകയാണ് അല്ലെ? അൽകുദ്രയിൽ നിന്ന് തിരിച്ച് ലവ് ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും മണലാണ്. നോക്കൂ, ഭയങ്കര ജോക്കിംഗ് ഉണ്ട് വണ്ടിക്കൊക്കെ. എന്നിട്ട് നമുക്ക് ലവ് ലേക്കിൽ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ നമ്മുടെ ഭയങ്കര ജോക്കിംഗ് ഉണ്ട് ഇവിടെ ഈ റോഡിന്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, ഫ്രൈഡേസ് ആവുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടാവും. നോക്കൂ, ചുറ്റും മണലാണ്. ജോക്കിംഗ് ഉണ്ട് കേട്ടോ. ഡെസേർട്ടിലുണ്ടാവുന്ന ചെടികളാണ്. It's about to reach, right? I don't know. Maybe 2 to 3 kilometers into road like this. Okay. That's what I know. ബോർഡ് വെച്ചിട്ടുണ്ട് ലവ് ലേക്കിന്റെ, കാണാം. Okay. So കൊറേ പോണം. നമ്മള് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ലേക്കൊക്കെ ഉണ്ട് ഇവിടെ. ഇനിയും 2.5 കിലോമീറ്റർ പോണം. 5.2 കിലോമീറ്റർ പോണം നമുക്ക് ലവ് ലേക്കില് എത്താൻ വേണ്ടിട്ട്. നോക്കൂ, ഡെസേർട്ടിന്റെ നടുവിലാണ് ആക്ച്വലി. നോക്കൂ, ദുബായ് മരുഭൂമിയുടെ നടുവിലുള്ള ലേക്കുകളാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ലേക്ക് ആണ് കേട്ടോ. കുറെ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നോക്കൂ 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 നോക്കൂ, സീഡ്സ്. ഓ, എന്ത് ഭംഗിയല്ലേ, നല്ല ഭംഗിയില്ലേ ഈ ലേക്ക് കാണാൻ.
നല്ല ക്ലൈമറ്റ് ആവുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട്, ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ ക്യാമ്പിങ് ചെയ്യാനും അതുപോലെ തന്നെ ചില ആൾക്കാർ ബാർബിക്യൂ ഒക്കെ ചെയ്യും ഇവിടെ വന്നിട്ട്. കണ്ടു ടെന്റ് ഒക്കെ ദൂരെ കാണാൻ പറ്റും. സ്വാനൊക്കെ ഉണ്ട്, ബ്ലാക്ക് കളറിലുള്ള സ്വാന്. കുറച്ച് ഇങ്ങനെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ചിങ്ങനെ ഒരു ഫ്ലോപ്പ് മേലേക്കുള്ള ഒരു വഴിയുണ്ട്. ഇതൊക്കെ കോണാണോ? അല്ല, എന്തൊക്കെയോ ചെടികളാണ്. ഡെസേർട്ട് ട്രീസ് അല്ലേ? ഡെസേർട്ടുള്ള ബ്യൂട്ടിഫുൾ ഒരു സ്ഥലം. ലവ് ഷേപ്പിലുള്ള ഒരു ലേക്കാണത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവരുടെ മകൻ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ഈ ഒരു പ്ലേസ് ഭയങ്കര ഫേമസ് ആയത്. ലവ് ഷേപ്പിലാണ് അവര് ഹെലികോപ്റ്റർ മേലെ നിന്ന് നോക്കിയപ്പോൾ, ഹെലികോപ്റ്റർ വ്യൂ നോക്കിയപ്പോൾ അതൊരു ലവ് ഷേപ്പിലുള്ള ഒരു ലേക്ക് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് അത് ഫേമസ് ആയതും ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ അത് അവിടേക്ക് പോകാൻ തുടങ്ങിയതും. എനിക്ക് തോന്നുന്നു ഒരുപാട് ഇങ്ങനെ പോണം, ഈ ഒരു ഇതിന്റെ ഉള്ളിലൂടെ പോണം ലവിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ചുറ്റും മണലും പിന്നെ കുറച്ച് ഈ മണലിലൊക്കെ വളരുന്ന കുറച്ച് ട്രീസുമാണ് അവിടെ ഉള്ളത്. നോക്കൂ, നല്ല പൊടിക്കാറ്റുണ്ട് കേട്ടോ. ഓസം സ്ഥലം കേട്ടോ. ഈ സ്ഥലത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കണം എന്തായാലും. ഇവിടെ ലവ് ലേക്ക് എത്താറായി. ദൂരേന്ന് എനിക്ക് കാണാം ലവ് ലേക്കിന്റെ ഒരു ബോർഡ്. ഈ സൈഡിൽ തന്നെ കുഞ്ഞു കുഞ്ഞി ഒരുപാട് ലേക്സ് ഉണ്ട്. ഈ സൈഡിലൊക്കെ ഡെസേർട്ട് ആണ് കേട്ടോ. ഓൾമോസ്റ്റ് മോർ ദാൻ 5 കിലോമീറ്റർ വരണം മെയിൻ റോഡിൽ നിന്ന് ഡെസേർട്ട് കൂടെ. 7 kilometers. Okay. We have to park it here. Park here. Empty shop. What is that? ലവ് ലേക്ക് എത്തി. നോക്കൂ, ലവ് ലേക്ക് എന്ന് കാണാലോ അല്ലേ? ദുബായ് ലവ് ലേക്ക്, ദുബായ് ലവ് ലേക്ക്. നോക്കൂ, ജോക്കിങ് നല്ലോണ്ട്, കാരണം വഴി കുറച്ച് പ്രശ്നമാണ്. നല്ലൊരു ജോക്കിങ് ആണ്. നോക്കൂ, ചുറ്റും മണലാണ് കേട്ടോ. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ലേക്ക്. എന്തൊക്കെ മാജിക് ആണ് ഈ വേൾഡില്. ഭയങ്കര ബ്യൂട്ടിഫുൾ കാര്യങ്ങളുണ്ട് ഈ വേൾഡില്. ഒരു മാജിക് അന്ന് തന്നെയാണ് ആക്ച്വലി ഈ ഒരു വേൾഡ്. ഗോഡ് ഇസ് ഗ്രേറ്റ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഉള്ളിൽ കൂടി കുറെ ഉള്ളിലേക്ക് പോകണം എന്ന് തോന്നുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് ബാലൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമ്മളെ എത്തി. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട്. എല്ലാം ലവ് ഷേപ്പ് ഡിസൈൻസ് ആണ് ഇവിടെ. മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഗ്രീനറി ഉണ്ട്. നല്ല ഭംഗിയില്ലേ സ്ഥലം. ലവ് ഡിസൈനിന്റെ ഒരു എൻട്രൻസ് ആണ്. ഉള്ളിലേക്ക് ഇങ്ങനെ പോയി നോക്കാം. നല്ല ഭംഗിയില്ല.
നോക്കൂ. Oh my goodness. ടച്ച് ചെയ്ത് നോക്കൂ. Yeah, I know. വരും അത്. See, like this, if you dare, it will come. My goodness. Did you touch the fish? ഭംഗിയല്ലേ, കൊറേ ഫിഷസ് ഉണ്ട് കേട്ടോ ഇവിടെ. അല്ലല്ല, അവരൊരു പിടി തന്നു. നമുക്ക് തന്നു അത്. നോക്കൂ എന്താ ഫിഷസ്. ഇതിന്റെ ഫീഡ് നമുക്ക് ഫീഡൊക്കെ ചെയ്യാം ഈ ഫിഷിനെ. നല്ല ഭംഗിയാട്ടോ. നമുക്ക് നല്ല ഭംഗിയാട്ടോ. ഞങ്ങൾ പോവാണേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. എൻജോയ് ചെയ്തോളൂ. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവാട്ടോ നമ്മള്. അപ്പൊ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ മേലെ കയറി പോവാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ലൗക്കിലേക്ക്. ഒരുപാട് ചിരിച്ചോണ്ട് ഒരുപാട് വീഡിയോസൊക്കെ മിസ്സായി പോയി. ഇങ്ങനെ വെള്ളത്തിലൂടെ നടക്കാത്തവർക്ക് വേണ്ടിയിട്ട് പോകാനുള്ളതാണ്. പക്ഷെ നമ്മൾ വെള്ളത്തിൽ പോകുമ്പോൾ ഭയങ്കര തണുപ്പാണ് ഈ വെള്ളത്തിന്. നല്ല രസം.
എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. നമുക്ക് ഇപ്പം നല്ല തണുപ്പ് തുടങ്ങി, ഈവനിങ് ആയി, ഇനി ഇരുട്ടായ അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. അങ്ങനെ സൺസെറ്റ് ഒരുപാട് ജനങ്ങളുണ്ട്. നമ്മൾ തിരിച്ചു പോവാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരേണ്ടതാണ് കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ സ്വെറ്ററും എല്ലാം എടുത്തിട്ട് വേണം വരാൻ. Night drive in the desert, it's very beautiful, you know.